നിങ്ങൾക്ക് ഫുഡ് വളരെ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 2017 റിലീസായ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്ടഡ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ കഥാനായകനായ ജിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ജിന്റെ അവിടെ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ഒരു ഇറച്ചിയിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്രാഗ്രൻസ് പോലും വളരെയധികം ആസ്വദിച്ച് ഇരിക്കുന്നു. ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ മണം പിടിച്ചിരിക്കുന്ന ജിൻ യാതൊരു തൊഴിലും ഇല്ലാത്ത ഒരാളാണെന്ന് കരുതേ വേണ്ട. വലിയ കോടീശ്വരനായ അയാൾക്ക് ഏത് സമയവും തിരക്കാണുള്ളത്. പക്ഷെ ഫുഡ് കഴിഞ്ഞിട്ടേ ജിന്നിന് എന്ത് കാര്യമുള്ളൂ. ഇപ്പൊ തന്നെ ജിന്നിനെ കാണാനായി ഒരു അത്യാവശ്യ കാര്യത്തിനായി അദ്ദേഹത്തിന്റെ സ്റ്റാഫ് കുറെ മണിക്കൂറായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ജിൻ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്രാഗ്രൻസും ആ ഒരു ഭക്ഷണത്തില് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതും അത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം വളരെയധികം ആസ്വദിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ആസ്വദിക്കും, പക്ഷെ ജിന്നാകട്ടെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സ് വരെ ആസ്വദിച്ചിരിക്കുന്ന ഒരു വലിയ ഫുഡിയാണ്. ഒടുക്കം വെയിറ്റ് ചെയ്ത് സഹിയിട്ട ആ സ്റ്റാഫ് ഈ ഒരു ഇറച്ചി കഷ്ണത്തിന് വേണ്ടിയാണോ ഇത്രയധികം എന്നെ ഇട്ട് മോഷിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നേരം താൻ കാത്തിരുന്ന് തന്റെ മുന്നിലേക്ക് കഴിക്കാനായി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ഭക്ഷണത്തെ ഇയാൾ ഇങ്ങനെ സംസാരിച്ചത് തീരെ ഇഷ്ടപ്പെടാത്ത ജിൻ ഈ ഒരു ഭക്ഷണത്തിന് ഞാൻ നൽകുന്ന മതിപ്പ് പോലും തനിക്ക് നൽകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തനിക്ക് ഇനി എന്റെ സ്ഥാപനത്തിലെ ജോലിയില്ല, നാളെ തൊട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ജിൻ അയാളെ ഉടനടി പിരിച്ചുവിടുന്നു. മറ്റ് എന്തിനെ പറഞ്ഞാലും ജിൻ സഹിക്കും. പക്ഷെ ഫുഡ് എന്നതാണ് ജിന്നിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതും വെറും ഫുഡ് അല്ലെങ്കിൽ തീറ്റി എന്നതല്ല, അത് എത്രത്തോളം ആസ്വദിക്കാൻ സാധിക്കുമോ ആ ഒരു പ്രോസസ്സ് തന്നെ ആസ്വദിക്കുന്ന ഒരാളാണ് അയാൾ. അങ്ങനെ ജിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാനായി തന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോഴാണ് അയാളുടെ കാറിന് മുകളിൽ ഒരു പെണ്ണിരുന്ന് കത്തി കൊണ്ട് കാറ് ഫുള്ള് പൂറിയിടുന്നത് കാണുന്നത്. എന്തൊക്കെയോ ചീത്ത വാക്കുകൾ പൂറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ജിൻ ആകട്ടെ അവരെ വേഗം ഓടിച്ചുണ്ടാത്ത ക്യാമറ എടുത്ത് അവർ ഈ ചെയ്യുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. താനെന്തിനാണോ എന്റെ വീഡിയോ എടുക്കുന്നതെന്ന് അത് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി ചോദിക്കുന്നു. അവൾ മറ്റാരുമല്ല നമ്മുടെ കഥാനായികയായ ഞാനാണ്. ആ ടീമാണ് ഞാനോട് ഇത് എന്റെ കാറാണെന്ന് ജിൻ പറയുന്നത്. അപ്പോഴാണ് അവൾ കുത്തി പോറിയിടാനായി വന്ന കാർ ഇതല്ല, കാറ് മാറിപ്പോയി എന്ന കാര്യം മനസ്സിലാവുന്നത്. അവൾ വേഗം തന്നെ സോറി പറയുമ്പോ ഒരു സോറി ഇല്ല, ഞാൻ പോലീസിനെ വിളിക്കും, ഈ വീഡിയോ തെളിവായിട്ടുണ്ടെന്ന് ജിൻ പറയുന്ന ടീം പോലീസിനെ വിളിക്കരുത്, ഞാനിത് റെഡിയാക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. ശരി, നാളെ തന്നെ കൃത്യം 10 മണിക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോണം. ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ ലേറ്റ് ആയാൽ നീ പോലീസ് സ്റ്റേഷൻ കയറുമെന്ന് ഞാനെ പേടിപ്പിക്കുന്ന ജിൻ അവളുടെ നെറ്റിയിൽ അവന്റെ ഫോൺ നമ്പറും എഴുതി കൊടുത്താണ് അവിടെ നിന്ന് വിടുന്നത്. ഞാനും ജിന്നിനെ പോലെ തന്നെ ഫുഡുമായി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അവള് ഫുഡി എന്നതിലുപരി നല്ലൊരു ഷെഫാണ്. ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ആർക്കും ഫുഡി ആകാം, പക്ഷെ ഫുഡ് നല്ല രുചികരമായി കുക്ക് ചെയ്യുന്ന ആൾക്കല്ലേ നല്ലൊരു ഷെഫ് ആകാൻ സാധിക്കും. അവൾ വളരെ ടാലന്റഡ് ആയ ഒരു ഷെഫാണെങ്കിലും കൂടെയുള്ള മറ്റ് മെയിൽ ഷെഫ്സ് എല്ലാം ഇവളൊരു പെൺകുട്ടി ആയതിന്റെ ഈഗോയുടെ പേരിൽ അവളെ കാര്യമായി ഒന്നും തന്നെ ഉണ്ടാക്കാനൊന്നും സമ്മതിക്കാതെ ഒന്ന് ഒതുക്കി ചെറിയ ചെറിയ ഡിഷ്, സോസ് എന്നിങ്ങനെ മാത്രമേ ഉണ്ടാക്കാനായി അനുവദിക്കുന്നുള്ളൂ. അവൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇവിടുത്തെ ജോലി നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ലല്ലോ. രണ്ടാമത്തേത്, ഇവിടുത്തെ ജനറൽ മാനേജറിനോട് അവൾക്കൊരു ഇഷ്ടമുണ്ട്. അയാളും ഇവളോട് ഇഷ്ടത്തോടെയാണ് പെരുമാറുന്നതെങ്കിലും അയാളാകട്ടെ ഇവള് നന്നായി ഫുഡ് ഉണ്ടാക്കും എന്ന കാര്യം കൊണ്ട് ഇവളെ കൊണ്ട് മാക്സിമം അയാൾക്കുള്ള ഇഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ഇവളെ മുതലെടുത്ത് ഇഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കിച്ച് കഴിക്കും. പക്ഷെ ഒടുക്കം ഒരു ദിവസം അവളോട് അത് പിന്നെ നമ്മുടെ റിലേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ടൈമായിന്ന് അയാൾ പറയുമ്പോൾ വിവാഹത്തിന്റെ കാര്യമായിരിക്കുമെന്ന് അവള് കരുതുന്നുണ്ടെങ്കിലും അതായിരുന്നില്ല അയാൾ ഉദ്ദേശിച്ചത്. ഒരു ബ്രേക്കപ്പ് ആയിരുന്നു. ഇവൾ വല്ലാതെ മെലിഞ്ഞ് കോലം കെട്ടിയിരിക്കുകയാണെന്നും തനിക്ക് കുറച്ച് വണ്ണമുള്ള ചബ്ബിയായ പെണ്ണുങ്ങളെയാണ് ഇഷ്ടമെന്ന് പറയുന്ന അയാൾ അവളെ ഒരു ഉള്ളിപ്പൂവിന്റെ തണ്ടിനോട് ഉപമിച്ച് അതുകൊണ്ട് തനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, ഈ റിലേഷൻ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനായി വരുമ്പോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇതിൽ കെട്ടിപ്പിടിക്കുന്നതെന്ന് ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. ഇന്നത്തെ ദിവസം ഈ ഒരു ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പൂട്ടാറായതിന്റെ വക്കത്ത് നിൽക്കാണ്. പക്ഷെ ഇന്നിത് കണ്ടിഷ്ടപ്പെട്ടാൽ വാങ്ങാനായി ഒരു സമ്പന്നൻ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ജിന്നാണ്. ജിൻ ഇതുപോലെ ഹോട്ടൽസ് ഒക്കെ വാങ്ങി കൂട്ടുന്നത് ഒരു ഹോബിയായി കൊണ്ട് നടക്കുന്ന ആളാണ്. ചുമ്മാതങ്ങ് വാങ്ങില്ല, അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങൂ. അതിന്റെ ആംബിയൻസും മറ്റു കാര്യങ്ങളും ഒന്നും അത്രയ്ക്കങ്ങ് ഇല്ലെങ്കിലും ജിന്നിനത് പ്രശ്നമല്ല. പക്ഷെ ഫുഡിന്റെ ടേസ്റ്റ് മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷെഫ്സ് അവരുടെ പല സിഗ്നേച്ചർ ഐറ്റംസും ജിന്നിന് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അയാളെ ഇംപ്രസ് ചെയ്യുന്നില്ല. അയാൾ ആ കാര്യം ഫീഡ്ബാക്ക് ആയി പറയുമ്പോൾ മാനേജർ ഒടുക്കം ഞാനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കാം, അവളുടെ കൈപുണ്യത്തിൽ ഇയാൾ വീഴാതിരിക്കില്ല എന്ന കണക്കുകൂട്ടലിൽ അവളോടൊരു ഡിഷ് ഉണ്ടാക്കാനായി ആവശ്യപ്പെടുന്നു. അവളാകട്ടെ ഇത് തന്റെ ജോലിയുടെയും കൂടി ആവശ്യമായതുകൊണ്ട് ഡിഷ് ഉണ്ടാക്കാനായി തുടങ്ങുന്നു. ഇതേ ടീം ഈ സ്ഥലം കൊള്ളത്തേയില്ല, വെറുതെ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, കറക്റ്റ് 12 മണിയാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമെന്ന് ജിൻ മനസ്സിൽ ഓർക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കറക്റ്റ് 12 മണിയായപ്പോ ഒരു പ്രത്യേക ഡിഷുമായി മാനേജർ എത്തുന്നത്. ആ ഡിഷിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ അത് ജിന്നിനെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു. ഒരു സ്പൂൺ എടുത്ത് കഴിക്കുമ്പോഴേക്കും അതിന്റെ സ്വാദ് അയാളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഇമോഷൻസിലൂടെ കൊണ്ടുപോകുന്നു. തീർച്ചയായും ഇതൊരു ഫീമെയിൽ ഷെഫാണ് തയ്യാറാക്കിയതെന്ന് അയാൾക്ക് അത് കഴിക്കുമ്പോഴേ മനസ്സിലാവുന്നു. കാരണം സ്ത്രീകൾ മാത്രം തയ്യാറാക്കുന്ന ഒരു തരം പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു അത്. എന്തായാലും അത് ഇഷ്ടപ്പെടുന്ന ജിൻ ഒരു 50-50 മനസ്സിലാണ് നിൽക്കുന്നത്. ആദ്യം ഈ സ്ഥലം വാങ്ങണ്ടെന്ന് തോന്നി, പക്ഷേ ഈ
ഫുഡ് കഴിച്ചപ്പോ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു സ്ഥലം താൻ ടേക്ക് ഓവർ ചെയ്തോളാം എന്നാണ് ജിൻ അവരെ അറിയിക്കുന്നത്. അതുപ്രകാരം ജിൻ അവിടെ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാനായി തുടങ്ങുന്നു. ഇതേ ടീം താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ മാനേജർ തന്നെ ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്തു പോയി മറ്റു പെൺകുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നതൊക്കെ കാണുമ്പോൾ നാനിന് വല്ലാത്ത സങ്കടം വരുന്നു. അവൾ അതിന്റെ പേരിൽ കുറച്ച് ഡ്രിങ്ക്സും അടിച്ച് റൂഫ് ടോപ്പിൽ ചെന്ന് സങ്കടം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയം അതിനടുത്തായുള്ള റൂമിലാണ് ജിൻ താമസിക്കുന്നത്. ജിന്നിന് നന്നായി വിശന്നപ്പോ നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിക്കാൻ ഒരു കൊതി. സ്വന്തമായി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുക്കിംഗിൽ പോലും ഇന്ന ഡിഗ്രിയിലെ വെള്ളം ചൂടാവാൻ പാടുള്ളൂ, ആ ടീം ഇത്ര അളവിൽ കാര്യങ്ങൾ ഇടണം, അത് ഇത്ര ഡിഗ്രിയിൽ ചൂടാവണം, ഇന്ന സമയത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടണം, കുക്ക് ചെയ്ത ഭക്ഷണം ഇന്ന സമയത്ത് കഴിക്കണം എന്നിങ്ങനെ കഴിക്കുന്നതിലും കുക്കിംഗിലും ഒക്കെ ടൈം ടേബിൾ വെച്ച് പുലർത്തുന്ന ജിന്ന് ഒരു ബൗൾ നൂഡിൽസ് കുക്ക് ചെയ്ത് അത് കഴിക്കാനായി ഒരുങ്ങുമ്പോഴാണ് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ തിരിച്ചു വന്ന് വീണ്ടും ആ നൂഡിൽസ് കഴിക്കുന്നില്ല. കാരണം ഫുഡൊക്കെ കുക്ക് ചെയ്ത് അപ്പോ കഴിക്കണം, എന്നാൽ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഒരു ശകലം തണുത്താൽ അത് കൊള്ളില്ല എന്നതാണ് ജിന്നിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് രണ്ടാമത്തെ റൗണ്ടും കുക്ക് ചെയ്യാനായി തുടങ്ങുന്നു. അതും വളരെ കെയർഫുൾ ആയി എല്ലാ കാര്യങ്ങളും നോക്കി കുക്ക് ചെയ്ത് അതും കഴിക്കാനായി ഒരുങ്ങുമ്പോ വീണ്ടും പുറത്തുനിന്ന് ഒരു ശബ്ദം. ചെന്ന് നോക്കുമ്പോ അവിടെ കാണുന്നത് നാനിനെയാണ്. നീ എന്തിവിടെ, നീ എന്നെ ഫോളോ ചെയ്ത് വന്നതല്ലേ എന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോ അവള് അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും കേൾക്കാതെ അവൻ പോലീസിനെ വിളിക്കുന്നു പേടിപ്പിക്കുമ്പോൾ അവൾ നിൽക്കുന്ന ബാൽക്കണിയുടെ അവിടെ നിന്ന് ചാടാനായി ഒരുങ്ങുന്നു. അവൾ ഇവിടുന്ന് ചാടിയ പ്രശ്നമാകുന്നു മനസ്സിലാക്കുന്നവൻ വേഗം ചെന്ന് അപ്പുറത്തെ ബാൽക്കണിയുടെ അവിടെ നിൽക്കുന്ന അവളെ നോക്കുമ്പോൾ അവിടെ ആദ്യം അവളെ കാണുന്നില്ല. അവൾ അപ്പോഴേക്കും തറയിൽ വീണ് കിടന്ന് ഇവന്റെ കാല് പിടിച്ച് വലിക്കുന്നു. അവൻ വല്ലാതെ പാനിക് ആവുന്നുണ്ട്. ഇവള് പിന്നീട് നന്നായി ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ താമസ സ്ഥലത്തിരുന്ന ഒരു കോലാഹലം തന്നെ ഉണ്ടാക്കുന്നു. ഇവളെ റൂമിൽ നിന്ന് പറഞ്ഞു വിടാൻ അവൻ ഒരു നിവൃത്തിയില്ല. അവളെ അവൻ പിടിച്ചു വലിച്ചിറക്കാനൊന്നും മുതിരുന്നില്ല. കാരണം അവളുടെ ദേഹത്ത് തൊടാൻ തന്നെ ഇവൻ അറപ്പാണ്. തോണ്ടി പുറത്തു വിടാൻ നോക്കുമ്പോൾ അവള് മൈൻഡ് ആക്കുന്നില്ല. റിസപ്ഷനിലേക്ക് ഇവൻ സഹായത്തിന് കോൾ ചെയ്യുമ്പോൾ ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അവള് ഡ്രിങ്ക്സ് അടിച്ച് അവിടെ കിടന്ന് മയങ്ങാനായി തുടങ്ങുമ്പോൾ ഇവൻ അവളെ പെട്ടിയിലേക്ക് കിടത്തി സിബിടാനായി നോക്കുന്നു. പക്ഷെ അപ്പോഴും കൈയുടെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. എങ്കിലും തള്ളി ലിഫ്റ്റിന്റെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നു. പിന്നീട് ലിഫ്റ്റിൽ കയറാനായി എത്തുന്ന സ്റ്റാഫ്സ് ഇതിങ്ങനെ കണ്ട് അയ്യോ ഡെഡ് ബോഡി എന്ന് ആകെ പേടിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി CCTV പരിശോധിക്കുമ്പോൾ അതിൽ ഈ ജിൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ട് ജിന്നിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെല്ലാം ജിൻ പറയുമ്പോൾ പോലീസ് ആദ്യം കേൾക്കുന്നില്ല. ഈ ടീം ആ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാനായി നോക്കുമ്പോൾ അത് കാണുന്ന ജിൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു. അത് പ്രകാരം പോലീസുകാരൻ അത് ഉണ്ടാക്കുകയും അയാൾക്ക് അതിന്റെ രുചി വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ പോട്ടേന്ന് ജിൻ ചോദിക്കുമ്പോൾ താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയ്ക്കല്ല ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേക്കുന്നത്, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാന്ന് പറഞ്ഞ് പോലീസുകാരൻ വിരട്ടുന്നു. തുടർന്ന് ജിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുമ്പോൾ ജിന്നിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുന്നു. ഇതേ ടീം കൂട്ടുകാരി പറഞ്ഞത് പ്രകാരം താൻ ജിന്നിനോട് ചെയ്ത പ്രശ്നമുണ്ടാക്കിയ കാര്യങ്ങൾക്കൊക്കെ മാപ്പ് ചോദിച്ച് പോകാനായി അവിടേക്ക് നായും എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർക്കിടയിൽ വാക്കേറ്റമാണ് ഉണ്ടാവുന്നത്. ജിന്നിന് ഇവളെ കണ്ടുമുട്ടുമ്പോഴെല്ലാം തനിക്ക് കണ്ടകശനിയാണ് എന്ന തോന്നലും ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും ജിൻ അറിയുന്നില്ല ഇവളുണ്ടാക്കിയ ഭക്ഷണമാണ് താൻ അത്രയേറെ ആസ്വദിച്ച് കഴിച്ചതെന്ന്. അടുത്ത ദിവസം ആകട്ടെ വീണ്ടും ഹോട്ടലിൽ വെച്ച് യാദൃശികമായി ഒരു പ്രശ്നം നടക്കുന്നു. ഹോട്ടലിന്റെ അവിടെ സ്ഥലമെല്ലാം കണ്ട് നടക്കുകയായിരുന്നു ജിന്നും മാനേജറും. ആ ടീം അവിടെ പാർക്ക് ഏരിയയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുട അവിടെ ഉണ്ടായിരുന്ന തേനീച്ച കൂട്ടിൽ ഉടക്കി. കുട്ടികൾ ആ തേനീച്ച കൂടിന് നേരെ കുടയെടുത്ത് എറിഞ്ഞപ്പോ പറ്റിയതാണ്. എന്തായാലും അത് എടുത്തു കൊടുക്കാനായി ശ്രമിക്കുന്ന നായ്ക്ക് നേരാവണ്ണം അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ തേനീച്ച കൂടിളകി തേനീച്ചകളെല്ലാം പുറത്തേക്ക് വരുന്നു. അവറ്റകൾ കുത്താൻ ഓടിക്കുമ്പോൾ പിള്ളേരും നായും ഓടി പോകുന്നുണ്ട്. പെട്ടെന്ന് പന്തികേട് തോന്നുന്ന മാനേജറും ഓടുന്നു. പക്ഷെ ആദ്യം ജിന്നിന് പ്രശ്നമൊന്നും തോന്നാഞ്ഞതുകൊണ്ട് അയാൾ അങ്ങനെ അവിടെ തന്നെ നിൽക്കായിരുന്നു. അപ്പോഴാണ് തേനീച്ചകൾക്ക് കുത്താൻ പരുവത്തിന് തന്നെ അയാളെ കിട്ടുന്നത്. തേനീച്ചകള് പൊതിഞ്ഞിട്ട് ജിന്നിനെ കുത്തി മുഖമെല്ലാം ആകെപ്പാടെ നീര് വെക്കുന്നു. താൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും ഇപ്പോൾ നടന്ന ഈ പ്രശ്നത്തിന് താനാണല്ലോ കാരണം എന്ന തോന്നലില് മാപ്പ് ചോദിക്കാനായി പോകുമ്പോ തന്റെ മാനേജറിനെ കൊണ്ട് അവളുടെ കയ്യിൽ ജിൻ ഒരു വാച്ച് കെട്ടിക്കുന്നു. നായെ എപ്പോ കണ്ടാലും ജിന്നിന് പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ അയാൾ തന്റെ അടുത്തെവിടെയെങ്കിലും, അതായത് ഒരു 50 മീറ്റർ അകലെങ്കിലും ഇവള് വന്നു കഴിഞ്ഞാൽ അവളുടെ കയ്യിലെ വാച്ചിൽ ഒരു ബീപ്പ് സൗണ്ട് വരും. അതോടെ ഇവൾ അവിടെ താനുണ്ടെന്ന് മനസ്സിലാക്കി തന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഒഴിഞ്ഞു മാറിപ്പോകണം. അത്രയെങ്കിലും ഉപകാരം ഇത്രയും ദ്രോഹിച്ച ശേഷമെങ്കിലും തന്നോട് കാണിക്കണമെന്ന് ജിൻ നായോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സംസാരിക്കുമ്പോ ഒന്നും തന്നെ ജിൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഇവളാണ് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആ ഒരു ഡിഷ് തയ്യാറാക്കി തന്നതെന്ന്. പിന്നീട് ഇവിടുത്തെ തനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഷെഫ് തയ്യാറാക്കാനായി ചില പ്രത്യേക ഡിഷുകൾ ജിൻ സജസ്റ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ഇൻഗ്രീഡിയന്റ് ആയിരിക്കാം സജസ്റ്റ് ചെയ്യുന്നത്, അതും വളരെ ടഫായ ഒരു ഇൻഗ്രീഡിയന്റ്. ഇപ്പോ മുട്ട മാത്രം കൊടുക്കും. അതുകൊണ്ട് വെറൈറ്റി ആയ 4 സ്വാദിഷ്ടമായ ഡിഷ് ഞാൻ തയ്യാറാക്കി നൽകുന്നു. അത് കഴിച്ച് ജിൻ അന്തം വിടുന്നുണ്ട്. ഒരു മുട്ടയും കൊണ്ട് ഇവൾ എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി ഇംപ്രസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ഹോട്ടലിൽ താമസിച്ച് ഇത് നിരീക്ഷിച്ച് വാങ്ങണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുന്ന ജിന്നിന് അവിടെ ഒരു ഇന്റർവ്യൂ നൽകേണ്ടതായി വരുന്നു. ജിന്നിനെ പുറത്തുനിന്ന് റിപ്പോർട്ടേഴ്സ് എത്തി ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു കാര്യം കാണുമ്പോഴാണ് ഞാനിന് മനസ്സിലാവുന്നത് തന്നെ കണ്ടകശനിയായി കാണുന്ന ഇയാൾ ഒരു നിസ്സാരക്കാരനല്ല, മറിച്ച് അയാളാണ് ഈ ഹോട്ടൽ വാങ്ങാനായി നോക്കുന്ന പുതിയ ക്ലയന്റ് എന്ന കാര്യം. അതിലുമുപരി ഇയാൾക്കാണ് തന്റെ ഫുഡ് ഏറ്റവും അധികം ഇഷ്ടമായി മറ്റുള്ള ഷെഫുമാരൊക്കെ തന്നെ ഒതുക്കി വെക്കാനായി
നോക്കിയ ടീം ഇയാളാണ് തന്റെ ഫുഡിൽ ഇംപ്രസ് ആയതെന്നും അവൾക്ക് മനസ്സിലാവുന്നു. ഇതേ ടീം ഇവള് കാരണം ഈ ഹോട്ടൽ ജിൻ വാങ്ങാൻ ചാൻസ് ഉണ്ടെന്നും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ഇത്രയും നാള് ഇല്ലാത്തതുപോലെ നല്ലൊരു പൊസിഷനിൽ ഞാൻ ഉണ്ടാകുമെന്നും അതുകൊണ്ട് അവളെ അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നും തോന്നുന്ന അവളുടെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് വീണ്ടും അവളുമായി അടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവള് ആദ്യം അയാൾ പറയുന്നതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു വട്ടം എന്നെ ഉപേക്ഷിച്ചു പോയ നീയുമായി അടുക്കാൻ ഞാൻ ഇനി മണ്ടിയല്ല എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവൻ എറിയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു ഡിഷ് ജിന്നിന് അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഡിഷ് കഴിക്കുന്ന ജിൻ ഇതുണ്ടാക്കുന്ന ഷെഫിനെ കണ്ടേ പറ്റൂന്ന് വാശി പിടിക്കുമ്പോ ഞാനാകട്ടെ കാണാൻ കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അവളെ കാണാനായി പിറകെ ചെല്ലുന്ന ജിൻ ചെന്നെത്തുന്നത് വാഷ്റൂമിലാണ്. ഇവളാകട്ടെ ഇവിടെ ജിൻ വന്നത് കണ്ട് വാഷ്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടോ ഈ ഷെഫ് തന്റെ മുന്നിൽ വരാതെ ഒളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവൻ പുറത്തേക്ക് പോകുന്നത് പോലെ ശബ്ദമുണ്ടാക്കുമ്പോ അയാൾ പോയെന്ന് വിശ്വസിച്ച് പതിയെ പുറത്തേക്ക് എത്തുന്ന നാനിനെ ജിൻ കാണുന്നു. പക്ഷെ അവളെ കാണുമ്പോഴും ഇവളാണ് താൻ അന്വേഷിച്ചൊന്ന് ഷെഫ് എന്ന് പെട്ടെന്ന് അവന് സ്ട്രൈക്ക് ആവുന്നില്ല. കാരണം അവനകത്ത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല നീ ഇവിടെ എന്നെ ഫോളോ ചെയ്ത് വന്നോ, നിന്റെ കയ്യിൽ വാച്ച് കെട്ടി തന്നപ്പോ എന്താ പറഞ്ഞ എന്റെ അടുത്ത് നിന്ന് 50 മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും നീ എന്നെ കാണുമ്പോഴേ പൊക്കണമെന്നല്ലേ, എന്നിട്ട് നീ ഇപ്പൊ എന്തീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവളെ ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അവൾ പോയി കഴിയുമ്പോഴാണ് അവിടെ ഊരി വെച്ചിരുന്ന അവളുടെ ഷെഫിന്റെ കോട്ട് അവൻ കാണുന്നത്. അത് കാണുമ്പോഴാണ് അവന് അപ്പോ ഇതായിരുന്നോ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ട് വിസ്മയിപ്പിച്ച ലേഡി ഷെഫ് എന്ന സംശയം വരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവള് തന്നെയാണോ ആ ഷെഫ് എന്ന് കണ്ടുപിടിക്കാനായി അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടുത്തെ ഫയർ എല്ലാം ബ്രേക്ക് ചെയ്ത് അങ്ങനെ പാനിക് ആവുന്ന സ്റ്റാഫ്സ് എല്ലാം അവിടെ നിന്ന് ഓടി ഇപ്പുറത്തേക്ക് എത്തുമ്പോ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ജിന്നിന് വേണ്ടത്. ഞാനാകട്ടെ മാസ്ക് കൊണ്ടും തുണി കൊണ്ടുമൊക്കെ അവളുടെ മുഖം ഇവൻ കാണാതിരിക്കാനായി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി ഇവളാണോ എന്ന ഡൗട്ട് അവനുള്ളത് കൊണ്ട് തന്നെ ഈസിയായി അവൻ കണ്ടുപിടിക്കുന്നു. പക്ഷെ ആദ്യമൊക്കെ അവളെ ഇട്ട് വട്ടാക്കാൻ അവന് വലിയ ഇഷ്ടം തോന്നുന്നു. അവളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന വാച്ചിന്റെ കൺട്രോൾ ബട്ടൺ ഇവന്റെ കയ്യിലുള്ള വാച്ചിലുമുണ്ട്. ഇവനെങ്ങാനും അവളെ തന്റെ പരിസരത്ത് കണ്ടാൽ ഓടിപ്പോകാനായുള്ള സിഗ്നൽ കൊടുക്കാനായിട്ടാണ് ആ ബട്ടൺ ഉള്ളത്. ഇവനാകട്ടെ അവളെ വട്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ബട്ടൺ പ്രസ് ചെയ്ത് അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്നു. പക്ഷെ പിന്നീട് അവളുടെ അടുത്ത് ചെന്ന് നീ ഓടൊന്നും വേണ്ട, നിന്റെ ഫുഡൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആ പ്രശ്നം സോൾവ് ആയിരിക്കുമെന്ന് അവളോട് പറയുന്നു. കൂടാതെ അവളോട് തനിക്കൊരു കേക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടു തരണമെന്നും ആവശ്യപ്പെടാണ്. അവൾ അങ്ങനെ അവൻ പറഞ്ഞതുപോലെ കേക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അവനോട് പോയി സംസാരിക്കുന്നു ഒന്നുമില്ല. അവനാകട്ടെ ഇവളെ കണ്ട് സംസാരിക്കാനായി വെയിറ്റ് ചെയ്തിരുന്ന ആളിനെ കാണാതെ അന്വേഷിക്കുമ്പോൾ ഇന്ന് ലീവാണെന്ന് അറിയുന്നു. ഉടനടി കുറച്ച് ഇൻഗ്രീഡിയൻസും വാങ്ങി അവളുടെ വീടിന്റെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ അവളുടെ വീട്ടിലെത്തി അതൊക്കെ കൊടുത്ത് തനിക്ക് ഇതുകൊണ്ട് ഫുഡ് കുക്ക് ചെയ്ത് തരാനായി പറയുമ്പോൾ അവൾ ആദ്യം അന്തം വിട്ടു പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് തന്റെ ഫുഡ് ഇഷ്ടപ്പെട്ട് വന്നതല്ലേന്ന് ഓർത്ത് അവൾ അത് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അവന്റെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിക്കുമ്പോൾ പുള്ളിക്കാരൻ അതിന് സമ്മതിക്കുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഷെയറിങ്ങും കെയറിങ്ങും ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ആസ്വദിച്ച് കഴിക്കണമെന്ന് പറയുന്നവൻ അവൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുന്നു. അവളാകട്ടെ അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് വന്ന് നോക്കുമ്പോഴേക്കും ഇവൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാവം ക്ഷീണിച്ചുറങ്ങല്ലേന്ന് ഓർത്തവൾ പൊറപ്പിച്ചൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഉറങ്ങാൻ തുടങ്ങിയ അവൻ അടുത്ത ദിവസം രാവിലെയാണ് ഉറക്കം എണ്ണീക്കുന്നത്. പിന്നീട് അതൊരു പതിവായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൻ എന്ത് ഫുഡ് കഴിക്കണോ അത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വാങ്ങി ഈവനിങ് നായുടെ വീട്ടിലേക്ക് എത്തും. അവളത് കുക്ക് ചെയ്ത് കൊടുക്കും, ഇവൻ കഴിക്കും, ഉറങ്ങും, അടുത്ത ദിവസം എഴുന്നേറ്റ് പോകും. അങ്ങനെ പതിയെ ഈ ഒരു കാര്യം തുടർന്ന് അവളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അന്ന് അവൻ കുക്ക് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ഒരു പ്രത്യേകതരം മീനാണ്. ആ മീൻ കഴിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ച ഒരു ഫീലാണ്, വളരെ കിക്കാവും. രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചിരുന്ന് അത് കഴിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഫോർമൽ ആയിരുന്ന റിലേഷൻ ഇടയിൽ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്കാണ് ഇവരിപ്പോ പെരുമാറുന്നത്. അത് നായിക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആ ടീം ഒരു ബ്രേക്കപ്പും കഴിഞ്ഞു നിൽക്കുന്നു. തന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയി തന്റെ ഭക്ഷണവും ഇഷ്ടപ്പെട്ട് ഒരാൾ ഇങ്ങനെ അടുക്കുന്നു. അവൾക്ക് എപ്പോഴും അതിന്റെ ഇടയിൽ ജിന്നിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ജിന്നിന്റെ വരവ് നിൽക്കുന്നു. എന്തുകൊണ്ട് വരുന്നില്ല, എന്ത് പറ്റി എന്ന് മനസ്സിലാവാതെ അവൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ ജിന്നിന്റെ പേഴ്സണൽ ഷെഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീവിലായിരുന്നു എന്നും ആ ഒരു വിടവ് നികത്താനായിട്ടാണ് ജിൻ നാനിനെ അന്വേഷിച്ച് വന്നിരുന്നതെന്നും മനസ്സിലാവുന്നു. അവൾക്കത് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. കൂടാതെ ആ ഷെഫ് ആകട്ടെ ഒരു പെൺകുട്ടിയാണ്. ഇവളുണ്ടാക്കി ജിന്നിനെ ഇംപ്രസ് ചെയ്ത ആ എല്ലാ ഡിഷുകളും ജിന്നിപ്പോ ഈ പുതിയ ഷെഫിനെ കൊണ്ടാണ് പറഞ്ഞുണ്ടാക്കിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. അപ്പൊ താനെന്താ ഒരു ഡമ്മിയാണോ, തന്നെ വെച്ച് ഓരോ ഡിഷൊക്കെ മനസ്സിലാക്കിയെടുത്ത് അത് മറ്റൊരാളെ കൊണ്ട് ഉണ്ടാക്കി കഴിപ്പിക്കുന്നുണ്ടല്ലോ, അയാൾ ഇല്ലാത്തപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നെ വിളിക്കുന്നല്ലോ എന്ന വലിയ ദേഷ്യം അവൾക്ക് വരുന്നു. അവൾ ആ കാര്യം കൊണ്ട് തന്നെ ജിന്നിനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ജിന്നി ഈ ഹോട്ടൽ ഏറ്റെടുക്കുന്ന ടീം അവിടെ നാനിനെ ഒഴിച്ച് മറ്റ് സ്റ്റാഫ്സിനെ എല്ലാം കൂടി ജിൻ പിരിച്ചുവിടാൻ പോവുകയാണെന്ന കാര്യം അറിയുമ്പോഴും അവൾക്ക് ദേഷ്യം കൂടുന്നു. ആ ടീം ജിൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഇവിടുത്തെ നല്ല ഒരേ ഒരു ഷെഫ് നീ മാത്രമാണ്. ആ നിന്നെ പരമാവധി ഇവർ യൂട്ടിലൈസ് ചെയ്യാതെ ഇവരുടെ ആ ഒരു ഈഗോ കാരണമാണ് ഈ ഹോട്ടൽ ഇപ്പോൾ പൂട്ടുന്നതിന്റെ വക്കിൽ നിൽക്കുന്നത്. എനിക്ക് നിന്നെ ഒഴിച്ച് മറ്റാരെയും സെലക്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൻ തീർത്തു പറയുമ്പോൾ അങ്ങനെ വീണ്ടും ഇവിടുത്തെ വർക്കേഴ്സിനെ പിരിച്ചുവിടുന്ന കാര്യത്തെ പറ്റിയും താൻ അറിയാതെ തന്നെ പോലെ ഒരു പേഴ്സണൽ ഷെഫിനെ
ഷെഫിനെ കൂടെ ജിൻ കൊണ്ടു നടന്നതിനെ പറ്റിയുമെല്ലാം സംസാരിച്ച് ഞാൻ ജിന്നിനോട് മുഷിഞ്ഞാണ് പോകുന്നത്. ജിന്നിനാകട്ടെ പിന്നീട് തന്റെ ലണ്ടനിലെ ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നു. പോകുന്ന ടീം തന്റെ പേഴ്സണൽ ഷെഫിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ഫുഡ് കഴിക്കാനായിരിക്കുമ്പോൾ ഞാനിനെ ഓർമ്മ വരുന്ന ജിൻ തന്റെ ഷെഫിനോട് തന്റെ കൂടെ ഫുഡ് കഴിക്കാനായി ആവശ്യപ്പെടുമ്പോൾ, സോറി സാർ, ഞാൻ സാറിന് കഴിക്കാൻ മാത്രമുള്ള അളവിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മാത്രമാണല്ലോ ഇത്രയും നാൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നു. പക്ഷെ പിന്നീട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. സാറിനിപ്പോ വേണ്ടത് യഥാർത്ഥത്തിൽ നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരാളെയല്ല, മറിച്ച് സാറിന്റെ കൂടെ ഉണ്ടാവേണ്ട ഒരാളെയാണെന്ന്. ഒരിക്കലും എനിക്കതാവാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ ഡമ്മിയായി എനിക്കിവിടെ നിൽക്കാനും താല്പര്യമില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് അവർ മെസ്സേജ് അയക്കുന്നു. അതായത് ഞാനിന്റെ ഫുഡ് ഇഷ്ടപ്പെട്ട ജിൻ അത് തന്നെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു. തന്റേതായ സിഗ്നേച്ചറായ ഒരു കാര്യങ്ങളും തനിക്ക് ചെയ്യാനായി കഴിയുന്നില്ല, മറിച്ച് മറ്റൊരാളുടെ സിഗ്നേച്ചർ ഐറ്റംസ് താൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നു എന്നതാണെന്ന് ആ ഷെഫിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്റെ അച്ഛനെ കാണുന്ന ജിന്നിന് അച്ഛന്റെ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ എപ്പോഴും കാശ് കാശ് എന്ന് പറഞ്ഞു മാത്രം അലയുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അതിനിടയിൽ അച്ഛന്റെ സ്വന്തം മകനോടുള്ള സ്നേഹബന്ധത്തെ പറ്റി പോലും യാതൊരു ചിന്തയില്ല. അച്ഛനെ വെച്ച് തന്റെ ആറ്റിറ്റ്യൂഡ് കമ്പയർ ചെയ്യുന്ന ജിന്നിന് താനും ഈ അച്ഛനെ പോലെ തന്നെയില്ലേ. ആകെപ്പാടെയുള്ള ഒരു വിശ്വാസം അച്ഛൻ കാശിന്റെ പുറകിനാണെങ്കിൽ താൻ ഭക്ഷണത്തിന്റെ പുറകിനാണ്. അല്ലാതെ അതിന്റെ ഇടയിൽ തന്നെ ഇഷ്ടപ്പെടുന്നവരെ പറ്റി താൻ ഒട്ടും ചിന്തിക്കുന്നില്ലല്ലോ എന്ന കുറ്റബോധം അവനുണ്ടാവുന്നു. അവൻ അങ്ങനെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നാനിനെ കാണാനായിട്ടാണ്. പക്ഷെ അവളാകട്ടെ അവനെ അവോയ്ഡ് ചെയ്ത് ഓടിപ്പോന്നു. അങ്ങനെ അവൾ ഇവനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യാനായി ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് ഇത്രയും നേരം വണ്ടിയിൽ ഫോളോ ചെയ്ത് വന്ന അവന് മുന്നോട്ട് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇറങ്ങി അവളുടെ പിറകെ പോകുന്നു. അവൻ ആദ്യം ഒരു സ്പീക്കർ എടുത്തു വെച്ച് അവളുടെ പേര് ഉറക്കെ വിളിക്കുന്നു. അവൾ എന്നിട്ട് വരാത്തത് കൊണ്ട് കയ്യിലെ വാച്ചിലെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോകുന്നു. അങ്ങനെ അവൻ ചെന്ന് പെടുന്നത് അവളുടെ വളർത്തുനായയുടെ മുന്നിലാണ്. അതിന്റെ കഴുത്തിൽ ആ വാച്ച് കെട്ടിക്കൊടുത്ത് ഇവനെ ഡൈവേർട്ട് ചെയ്യാനായി അവൾ നോക്കിയെങ്കിലും അവൻ ഒരുവിധം അവളെ കണ്ടുപിടിക്കുന്നു. ഇവനെ കണ്ടപാടെ സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൾ കയറി കഥ അടച്ച ശേഷം, നിങ്ങൾക്ക് ജോലിക്കാരിയായി തോന്നുമ്പോ ഫുഡൊന്നും ഉണ്ടാക്കി തരാനേ എന്നെ കിട്ടത്തില്ല, ഞാനേ ഫുഡ് ഉണ്ടാക്കുന്ന മെഷീനൊന്നും അല്ലെന്ന് അവള് ദേഷ്യപ്പെടുമ്പോ, ഇന്നോ നാളെയോ മറ്റന്നാളോ മാത്രമല്ല എന്റെ ലൈഫ് ടീം എന്റെ ഫുഡ് ഉണ്ടാക്കാനും അത് എന്റെ കൂടെ ഷെയർ ചെയ്ത് കഴിക്കാനും എന്റെ കൂടെ എന്നും കൂട്ടായി നീ വേണമെന്ന് അവൻ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. അത് കേട്ട് ആദ്യം ഇവൾക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും അത് മുഖത്ത് അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല. അവനാകട്ടെ അവളോട് വളരെ കാര്യമായി സംസാരിച്ച് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സ്നേഹത്തിനുമുപരി ജീവിതത്തില് ഫുഡിനാണെങ്കിൽ പോലും അതിന് താൻ വില കൊടുത്ത് ജീവിച്ചത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു എന്നതെല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളെ അവൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നത് അവളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആക്കി അവളുടെ പിണക്കം മാറ്റാനായി അവന് കഴിയുന്നു. അങ്ങനെ ആദ്യം കണ്ടപ്പോ രണ്ടുപേർക്കുമിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് രണ്ടുപേർക്കുമിടയിൽ കോമൺ ആയുള്ള ഫുഡ് അവരെ കൂട്ടിമുട്ടിച്ചു. പക്ഷെ അതേ ഫുഡ് തന്നെ ഇടയ്ക്ക് അവർ പിരിയാനും കാരണമായി മാറി. പക്ഷെ ഇപ്പോ വീണ്ടും അതിനും അപ്പുറത്താണ് സ്നേഹം എന്നത് മനസ്സിലാക്കി അവർ ഇപ്പോ ഒന്ന് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.